എറണാകുളം ജില്ലയിൽ നമ്മളൊരു പുതിയ വീട് വാങ്ങിക്കാനായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ആക്സസിബിലിറ്റി ആണ്. അതായത് ഇടപ്പള്ളി, കളമശ്ശേരി, ആലുവ എല്ലായിടത്തേക്കും നമുക്ക് പെട്ടെന്ന് എത്താവുന്ന ഒരു ആക്സസിബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ ആണ് നമ്മൾ എപ്പോഴും ആദ്യം നമ്മളൊരു ചോയ്സ് ആയിട്ട് തന്നെ നമ്മൾ വീട് നോക്കാൻ വരുന്ന ഏജന്റിനോട് പറയുന്നത്. അങ്ങനെ ഒരു വീടാണ് ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇടച്ചിറയ്ക്ക് വളരെ അടുത്താണ്. ഇടച്ചിറ ജംഗ്ഷനിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് വെറും 2.7 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. നിങ്ങൾക്കറിയാം, ഇടച്ചിറയിലാണ് ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇടച്ചിറ ജംഗ്ഷനിലേക്ക് 2.7. കാക്കനാട് കളക്ടറേറ്റ് നോക്കുവാണെങ്കിൽ 5 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ഇടപ്പള്ളി ഭാഗത്തേക്കും എളുപ്പത്തിലെത്താം. 9.9 കിലോമീറ്റർ. ആലുവ ഭാഗത്തേക്ക് 10, കുസാറ്റിലേക്ക് 6.5. കുസാറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മെട്രോ സ്റ്റേഷൻ അവിടെ അടുത്താണ്. 6.5 കിലോമീറ്റർ ആണ് കുസാറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. എയർപോർട്ട് ഭാഗത്തേക്കും വളരെ പെട്ടെന്ന് എത്താം. ഏകദേശം 40 മിനിറ്റ് മതി. വെറും 19 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ ഈസി ആയിട്ട് എത്താം. അപ്പൊ ആക്സസിബിലിറ്റിയുടെ കാര്യം നമുക്ക് ഓക്കെ ആയി. ഇനി വീടിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കണ്ടേ. 4 സെന്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. അപ്പൊ ആ ഡീറ്റെയിലും കിട്ടി. ഇത് നമുക്കൊന്ന് എലിവേഷൻ കണ്ടിട്ട് വരാം. വീടിന്റെ എലിവേഷൻ കണ്ടിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലെ? നല്ല ഭംഗിയുള്ളൊരു വീടാണ്. വൈറ്റ് കളർ പെയിന്റ് ആണ് മെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനിടയ്ക്ക് ചില പോർഷനിൽ നോക്കിയാൽ നമുക്ക് റൈറ്റ് സൈഡിലെ മുകളിലെ ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട്. ബോക്സി ഷേപ്പ് ആണെങ്കിൽ മുകളിൽ ഒരേ ഷേപ്പ് കൊടുത്തിരിക്കുന്ന ഭാഗത്ത് നോക്കുവാണെങ്കിൽ ബ്രിക്ക് മോഡലുള്ള ടെക്സ്ചർ വർക്കും അവിടെയും നല്ല ഭംഗിയായിട്ട് ഡിസൈനും പെയിന്റിങ്ങും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ലേസർ കട്ട് ഡിസൈനുകൾ വരുന്നുണ്ട്. നമുക്ക് ഹാൻഡ് റെയിൽ ആയിട്ട് ബാൽക്കണിയിൽ ലേസർ കട്ട് ഡിസൈൻ ആണ്. അത് വളരെ ഭംഗിയായിട്ടുണ്ട്. നല്ല രീതിയിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് നല്ല അട്രാക്റ്റീവ് ആയ രീതിയിലാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. മതിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ പെയിന്റ് ആണ്. അതിനകത്ത് GA പൈപ്പിന്റെ വർക്ക് വരുന്നുണ്ട്. താഴെയുള്ള പോർഷനിലൊക്കെ നോക്കിയാൽ ആ ഒരു പിങ്ക് ഷെയ്ഡ് ടെക്സ്ചർ വർക്കാണ്. ആ കാണുന്ന സ്പേസുകളിലെല്ലാം തന്നെ ചെറിയ LED ലൈറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നിങ്ങൾ കണ്ടു. നമുക്ക് നല്ല വീതിയുള്ള റോഡാണ്. ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. റെസിഡൻഷ്യൽ ഏരിയയാണ്. നമുക്ക് ചുറ്റിനും വീടുകളുണ്ട്. മെയിൻ റോഡിന് വളരെ അടുത്താണ്. 200 മീറ്റർ മാത്രമാണ് മെയിൻ റോഡിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. നമ്മൾ മതിലിന്റെ മെയിൻ 2 പില്ലറുകളൊക്കെ നോക്കുവാണെങ്കിൽ അതിനകത്ത് 2 ഭംഗിയായിട്ടുള്ള വൈറ്റ് കളറിലുള്ള ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഗേറ്റ് നോക്കുവാണെങ്കിൽ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ്. ഗേറ്റ് നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് കാർ പോർച്ചിലേക്കാണ്. കവേർഡ് ആയിട്ടുള്ള പോർച്ചാണ് നമുക്കിവിടെ കിട്ടുന്നത്. കവേർഡ് പോർച്ചിന് അണ്ടറിൽ ഒന്നാമത്തെ കാർ നമുക്ക് പാർക്ക് ചെയ്യാം. ഒരു കാറിനുള്ള സ്പേസ് ആണ്. അത് അത്യാവശ്യം നല്ലൊരു വലിയ കാർ തന്നെ പാർക്ക് ചെയ്യാനുള്ള ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഉള്ള പോർച്ചാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഫ്ലോറിൽ നോക്കുവാണെങ്കിൽ സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയിലൊക്കെ ഗ്രാസ് ആണ് പിടിപ്പിച്ചിരിക്കുന്നത്. ഇവിടേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് സ്പേഷ്യസ് ആയ ഏരിയ ആണ്. ചെറിയൊരു കാറിന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കയറ്റി ഇടാവുന്നതാണ്. അതല്ലെങ്കിൽ 2 വീലർ ഒക്കെ വെക്കാനായിട്ട് ഈ ഒരു ഭാഗം യൂസ് ചെയ്യാവുന്നതാണ്. വീട് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ കോർണർ പോർഷനിലായിട്ട് നോക്കുവാണെങ്കിൽ ചെടികളൊക്കെ ഭംഗിയായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു ബോക്സ് തന്നെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഏരിയ വീടിന്റെ ബാക്ക് സൈഡിലേക്കാണ്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ ആ ഒരു പാഷോ ഏരിയയുടെ ഒരു പോർഷൻ വരുന്നത്. കാർ പോർച്ചിന്റെ സൈഡിലൂടെ നമ്മൾ ലെഫ്റ്റിലേക്ക് ഒന്ന് പോയി നോക്കുവാണെങ്കിലും ഇവിടെയും നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നല്ല വീതിയുള്ള വഴി തന്നെയാണ്. കംപ്ലീറ്റ് ആയിട്ട് മെറ്റൽ ഷിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. പിന്നെ ബാക്ക് സൈഡിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ ഇവിടെയും നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെയൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ മെറ്റൽ ഷിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് എൻഡിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ കിണർ കാണാം. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. നല്ല കിണർ വെള്ളം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നമ്മുടെ ഒരു പാഷോ ഏരിയയുടെയും വർക്ക് ഏരിയയുടെ ഒക്കെ പോർഷനാണ് ഈ ഭാഗത്ത് വരുന്നത്. വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. നീളമുള്ള സിറ്റ് ഔട്ട് ആണ്. 3 ചെയറുകൾ വരെ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കാർ പോർച്ചിനും അതുപോലെ സിറ്റ് ഔട്ടിനെയും പില്ലറുകൾ ഷെയർ ചെയ്ത് നോക്കിയാൽ ഭംഗിയായിട്ട് ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ കാണുന്ന എൻഡ് പോർഷനിലൊക്കെ ചെറിയ LED ബൾബുകളും നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ വലിയ LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോറ് ഈ കാണുന്നതാണ്. നല്ല വീതിയുള്ള കട്ടിളപ്പടിയിൽ ഭംഗിയായ ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. പടിഞ്ഞാറോട്ടാണ് ദർശനം. വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നേരെ വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് പ്യുവർ ആയിട്ടുള്ള വൈറ്റ് കളറിലാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ നമ്മൾ സ്ട്രേറ്റ് വന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ ആയിട്ട് 2 ഫ്രഞ്ച് മോഡൽ വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്.
ടി വി യൂണിറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. മൾട്ടിവുഡിൽ വുഡൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് കംപ്ലീറ്റ് PVC പാനലിംഗ് ആണ്. ടി വി വെക്കാനുള്ള ബോർഡ് നല്ല ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. താഴെയൊക്കെ നോക്കിയാൽ നിറയെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ സ്വിച്ചസ് കേബിളൊക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും LED ലൈറ്റുകളും സ്ട്രിപ്പുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിന്റെ നീളവും വീതിയൊക്കെ നോക്കുവാണെങ്കിൽ 10 അടി നീളവും 9 അടി വീതിയുമാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഒരു എൻട്രൻസ് വലിയൊരു വൈഡ് ആയിട്ടുള്ള എൻട്രൻസ് വുഡൻ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ അത് ചെറുതായിട്ട് ഇങ്ങനെ പാർട്ടീഷൻ കൊടുത്തിട്ട് ചെറിയ LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. നേരെ വരുന്ന സമയത്ത് ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. സ്റ്റെപ്പുകളൊക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് ഗ്രേ ഷെയ്ഡിലുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത്. സ്റ്റെപ്പുകളിലെല്ലാം തന്നെ വുഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർകേസിന്റെ ഹാൻഡിലൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർകേസിന്റെ താഴെയുള്ള ഭാഗം നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻവെർട്ടർ വെക്കാൻ, സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത്. വലിയൊരു ഡൈനിങ് സ്പേസ് ആണ്. 12 അടി നീളവും 9.5 അടി വീതിയുമുള്ള നല്ലൊരു ഡൈനിങ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു 7 പേര് 8 പേരേക്ക് അക്കോമഡേറ്റ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ആണ് ഡൈനിങ് ഹാളിൽ നമുക്ക് കിട്ടുന്നത്. ഡൈനിങ് ഹാളിലെ വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ബാക്ക് സൈഡ് കംപ്ലീറ്റ് PVC പാനലിംഗ് ചെയ്തിട്ടുണ്ട്. മിററും നല്ലൊരു ലൈറ്റും വരുന്നുണ്ട്. ജെറയുടെ ഒരു റൗണ്ട് വാഷ് ബേസിനാണ് വെച്ചിരിക്കുന്നത്. അതിരിക്കുന്നത് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ്. അതിന്റെ താഴെയും കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഡൈനിങ് ഹാളിന്റെ റൂഫ് നമ്മളൊന്ന് നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് PVC പാനലിംഗ് ചെയ്തിട്ടുണ്ട്. 2 റോപ്പ് ലൈറ്റ് ഒക്കെ അവിടെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നിന്ന് നമുക്ക് ഇതുപോലത്തെ ഗ്ലാസ് ഡോർ കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്താൽ നമ്മൾ ഇറങ്ങുന്നത് ഇവിടുത്തെ ഒരു കോർട്ട്യാർഡിലേക്കാണ്. ഇതുപോലെ നമുക്ക് ഈ ഒരു ഡോറ് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭംഗിയുള്ള ഒരു കോർട്ട്യാർഡാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട്. വെള്ളം ഫോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. വളരെ വൈബോട് കൂടിയിട്ടാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. സൈഡിലൊക്കെ ഗ്രില്ലുണ്ട്. ഇരിക്കാനായിട്ട് 2 സീറ്റിംഗ് അറേഞ്ച്മെന്റും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈവനിങ് ടൈമിൽ മഴ പെയ്യുമ്പോഴൊക്കെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു വൈബോട് കൂടി ടീ കഴിക്കാനും പാട്ട് കേൾക്കാനൊക്കെ പറ്റിയ ഏരിയയാണ്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ചെറിയ സ്പോട്ട് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടുത്തെ ഡൈനിങ് സ്പേസ് കണ്ടു. ഇനി നിങ്ങൾക്ക് നേരെ നോക്കുമ്പോൾ ഇവിടുത്തെ കിച്ചൺ ആണ് കാണാൻ പറ്റുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. ഓപ്പൺ കിച്ചൺ ആണ്. മുകളിലൊക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായ ഡിസൈനിലാണ് CNC കട്ടിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു ക്രോക്കറി ഷെൽഫ് കിട്ടുന്നുണ്ട്. ഗ്ലാസ് ഡോർ ആണ് കൊടുത്തിരിക്കുന്നത്. അതിനടുത്തായിട്ട് 2 ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. അതിന് താഴെ നോക്കുവാണെങ്കിൽ കൗണ്ടർ ടോപ്പ് പോർഷൻ ഒക്കെ വുഡൻ ആയിട്ടാണ്. അവിടെയും പാനലിംഗ് ആണ്. റൈറ്റ് സൈഡിൽ നമുക്ക് ഓപ്പൺ ഷെൽഫുകൾ കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് LED ലൈറ്റുകൾ അതിനിടയിലെല്ലാം കൊടുത്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഒരു 4-5 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാം. കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസിലൊക്കെ വിരിച്ചിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ടൈലാണ്. മുകളിൽ 2 ലെയറിലും താഴെ 1 ലെയറിലും ആയിട്ട് നിറയെ കിച്ചൺ ക്യാബിനറ്റ്സ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല ഗ്രേ ഷെയ്ഡ് ആണ് അതിന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 3 വിൻഡോസ് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. കിച്ചണിന്റെ കൗണ്ടർ ടോപ്പ് പോർഷൻ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ആണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നുണ്ട്. കിച്ചണിന്റെ നേരെ റൂഫിലേക്ക് നോക്കിയാൽ ചെറിയൊരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ അവിടെ എല്ലാം തന്നെ LED ലൈറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കിച്ചണിന്റെ ഡോർ ഓപ്പൺ ചെയ്താൽ നേരെ വരുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ചെറിയ ഒതുങ്ങിയ വർക്ക് ഏരിയ ആണ്. നല്ല രീതിയിൽ അത് കവർ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. ഇവിടെയായിട്ട് നമുക്ക് സിങ്ക് കിട്ടുന്നുണ്ട്. അത് വെച്ചിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. കംപ്ലീറ്റ് കവർ ചെയ്ത് ഈ ഒരു ഭാഗത്തായിട്ട് ഡോറും കൊടുത്ത് സേഫ് ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2 ബെഡ്റൂമുകളാണ് താഴെ കിട്ടുന്നത്. ഈ ഒരു വോള് നോക്കുവാണെങ്കിൽ ഭംഗിയായ ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 1ാമത്തെ ബെഡ്റൂം തന്നെ ആദ്യം നോക്കാം. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 12 അടി നീളവും 9.5 അടി വീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് 3 വിൻഡോസ് വരുന്നുണ്ട്. വുഡൻ കളറിലും ഡിസൈനും ഉള്ള വാർഡ്രോബ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയ ഡിസൈനും LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ഡ്രസ്സിംഗ് ടേബിൾ സെപ്പറേറ്റ് ഒരു ഏരിയയിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വലിയൊരു മിറർ വരുന്നുണ്ട്. മുകളിലൊക്കെ ഷെൽഫുണ്ട്. താഴെയും ഡ്രോസ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു ചെറിയ ബാത്റൂം ആണെങ്കിൽ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ആൻഡ് ബ്രൗൺ കോമ്പിനേഷനിലാണ് ടൈലുകൾ വരുന്നത്. ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ജെറയിലാണ് ചെയ്തിരിക്കുന്നത്. 1ാമത്തെ ബെഡ്റൂമിന് തൊട്ടടുത്തായിട്ടാണ് 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 11 അടി നീളവും 9 അടി വീതിയുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് വരുന്നുണ്ട്.
വാർഡ്രോബുകൾ നമുക്ക് ഇവിടെയായിട്ടാണ് നല്ല ബ്രൗൺ കളറിലെ വുഡൻ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ സെപ്പറേറ്റ് ഒരു ഏരിയ മാറിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വലിയൊരു മിററും ഡ്രോസും ഒക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. വൈറ്റ് ആൻഡ് ഗ്രേ കളർ ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. വലിയൊരു അപ്പർ ലിവിംഗ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് 4 വിൻഡോസ് ആണ്. ഈ ഒരു ഷേപ്പിലാണ് അപ്പർ ലിവിംഗ് സ്പേസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് TV യൂണിറ്റ് വെക്കാനുള്ള അറേഞ്ച്മെന്റ് കാണാം. മൾട്ടിവുഡിൽ തന്നെ ഭംഗിയായിട്ട് ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് കബോർഡുകളും ഒക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനിടയിലൊക്കെ ചെറിയ LED ലൈറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് ഈ ഏരിയ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ വലിയൊരു ഹാളാണ് നമുക്ക് മുകളിൽ കിട്ടുന്നത്. ഇവിടെയായിട്ട് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇതിന്റെ റൂഫ് നിങ്ങളൊന്ന് സ്റ്റാർട്ടിങ് തുടങ്ങി കംപ്ലീറ്റ് ആയിട്ട് നോക്കിക്കോളൂ. സിമ്പിൾ ആയ വർക്കുകളാണ്. അതേസമയം നമുക്ക് LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെ കൊടുത്ത് വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റിനെ കണ്ടിന്യൂ ചെയ്തു വരുന്ന ഈ ഒരു ഏരിയയിലേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെയായിട്ട് നമുക്ക് ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനോ റീഡിംഗ് ആവശ്യത്തിനോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ചെറിയ കബോർഡ് കിട്ടുന്നുണ്ട്. മുകളിലെ കബോർഡുകളും ഇവിടെ ഒരു ടേബിൾ ഫെസിലിറ്റിയും താഴെയൊക്കെ നോക്കുവാണെങ്കിൽ ഡ്രോസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഡോർ തുറന്നാൽ നമുക്ക് നേരെ ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് ആണ്. വലിയൊരു ബാൽക്കണി തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് റൂഫിലൊക്കെ നോക്കുവാണെങ്കിൽ ചെറുതും വലുതുമായ LED ബൾബുകൾ കൊടുത്തിട്ടുണ്ട്. താഴെ നിന്നുള്ള ടെക്സ്ചർ വർക്ക് ചെയ്ത പില്ലറാണ് ഇവിടെയും കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. നല്ല ഭംഗിയായിട്ടൊരു CNC കട്ടിങ് ഈ കോർണറിൽ ഡിസൈൻ വരുന്നുണ്ട്. ഹാൻഡ് ടൈൽസ് ഒക്കെ വളരെ ഭംഗിയുള്ള ഡിസൈനിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഹാൻഡ് ടൈൽസിന്റെ പുറത്തുള്ള പോർഷനിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാം, ഈ കാണുന്ന ബാൽക്കണിയുടെ ഹാൻഡ് ടൈൽസിന്റെ പുറത്ത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ മണ്ണ് ഫില്ല് ചെയ്തിട്ട് അതിനകത്തെല്ലാം ചെടികളാണ് നട്ടിരിക്കുന്നത്. ബാൽക്കണി കണ്ടിന്യൂ ചെയ്ത് ഈ ഒരു ഭാഗത്തേക്ക് കൂടി വരുന്നുണ്ട്. നമ്മളുടെ വീടിന്റെ ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടത്തെയൊക്കെ റൂഫിൽ നോക്കുവാണെങ്കിൽ കാണാം LED സ്ട്രിപ്പുകളാണ് വളരെ ഭംഗിയായിട്ട് ഈ ഒരു ഏരിയയിൽ കൊടുത്തിരിക്കുന്നത്. ഈവൻ ഈ ഒരു വിൻഡോസിന്റെ ഭാഗത്ത് പോലും ചെറിയ LED ബൾബുകളും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീട് ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് ഈ ഒരു ബാൽക്കണിയുടെ വർക്കുകൾ കൊണ്ട് തന്നെ. നമുക്കിനി ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പർ ലിവിംഗ് സ്പേസിൽ നിൽക്കുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് യൂട്ടിലിറ്റി ഏരിയ വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത വലിയൊരു യൂട്ടിലിറ്റി ഏരിയ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഗ്രേ കളർ ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് റൂഫും സൈഡും എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് മുകളിൽ എത്തുന്നത് വരെ തന്നെ നമുക്ക് റൂഫ് മഴ നനയാതെയും വെയിൽ കൊള്ളാതെയും കവർ ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാം ഇവിടെയാണ്. ഇലക്ട്രിക്കൽ ലൈൻസും പൈപ്പ് ഫിറ്റിംഗ്സും എല്ലാം തന്നെ ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ താഴെ 2 ബെഡ്റൂമുകൾ കണ്ടു. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകളാണ് കാണാനുള്ളത്. മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂം നോക്കുവാണെങ്കിൽ താഴത്തതിന്റെ സെയിം പോലെ തന്നെയാണ് ഇവിടെയും. 12 അടി നീളവും 9 അടി വീതിയുമാണ് വരുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബുകൾ വരുന്നത് ഇവിടെയായിട്ടാണ്. നമുക്ക് ആ ഒരു ബ്രൗൺ ഷെയ്ഡില് വുഡൻ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ നേരത്തെ പോലെ തന്നെ സെപ്പറേറ്റ് മറ്റൊരു ഏരിയയിലാണ്. വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. താഴെ ഡ്രോസും ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ടൈലുകൾ നോക്കുവാണെങ്കിൽ ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ്. താഴെ പോലെ തന്നെ സൗകര്യങ്ങൾ കൊടുത്തിട്ടാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട്ടിലെ ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 12.5 അടി നീളവും 9.5 അടി വീതിയുമാണ് കിട്ടുന്നത്. ഇവിടെയായിട്ട് 3 വിൻഡോസ് വരുന്നുണ്ട്. വുഡൻ ഡിസൈനിലും കളറിലും ഉള്ള വാർഡ്രോബ്, വലിയൊരു വാർഡ്രോബ് തന്നെയാണ് ഈ ഭാഗത്ത് നമുക്ക് കിട്ടുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിൽ ഭംഗിയുള്ള ഡിസൈനുകളും ആവശ്യത്തിന് മാത്രം ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് വരുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ അഡീഷണൽ ആയിട്ട് സെപ്പറേറ്റ് ഒരു ഏരിയ മാറിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെയൊക്കെ നമുക്ക് നിറയെ കബോർഡുകളാണ്. താഴെയും ഡ്രോസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ബാത്റൂം ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയുടെ നല്ലൊരു ലൊക്കേഷനിലാണ്. കാക്കനാട് ഇടച്ചിറയ്ക്ക് അടുത്തായിട്ടാണ്. കാക്കനാട് ഇടച്ചിറയിലാണ് ഇൻഫോ പാർക്ക്. എല്ലാവർക്കും അറിയാം. ഇടച്ചിറ ജംഗ്ഷനിൽ നിന്ന് വെറും 2.7 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. കളമശ്ശേരി, ആലുവ, ഇടപ്പള്ളി എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് ആണ് ഈ ഒരു വീട്ടിൽ നിന്ന് കിട്ടുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ചുറ്റിനും വീടുകളാണ്. നോക്കിയാൽ കാണാം മെയിൻ റോഡിൽ നിന്നും 200 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 4 സെന്റ് സ്ഥലത്താണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. 1900 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. വീടിന്റെ കാർ പോർച്ചിൽ ഒരു വലിയ കാറിനുള്ള പാർക്കിംഗ് സ്പേസും ഒരു ചെറിയ കാറിനുള്ള സ്പേസും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. 2 വീലേഴ്സ് വെക്കാനായിട്ട് വേറെയും സ്പേസ് ഉണ്ട്. കിണർ വെള്ളമാണ് കിട്ടുന്നത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. റോഡിന് വളരെ അടുത്താണ്. ഈ ഒരു വീടിന്റെ ഡീറ്റെയിൽ ഒന്നുകൂടെ ഞാൻ പറയാം. 4 സെന്റ് ഓഫ് ലാൻഡിൽ 1900 സ്ക്വയർ ഫീറ്റിൽ
4 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീട്ടില് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 1 കോടി രൂപയാണ്. 1 CR എന്നുള്ള ഇതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി പർച്ചേസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ മാക്സിമം നെഗോഷ്യബിൾ ആക്കി വാങ്ങിച്ചു തരാനായിട്ട് ശ്രദ്ധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇത് ഫിനാൻസിൽ സ്വന്തമാക്കണമെങ്കിൽ ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോണും ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒട്ടും വൈകണ്ട. മാർബിൾ ഹോംസിന്റെ നമ്പറുകൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വിളിച്ചോളൂ. വീട് കാണാൻ ഇന്ന് തന്നെ മാക്സിമം വരാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തോളൂ. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.